ലെസ്ലി നീൽസിനെ കേന്ദ്ര കഥാപാത്രമാക്കി 1988 പുറത്തിറങ്ങിയ ഒരു മൂവി സീരീസ് ആയിരുന്നു നേക്കഡ് ഗൺ എന്നുള്ളത്. ഈ ഒരു ഡം കോമഡി ജേണറിൽ വരുന്ന മൂവി ആയിരുന്നു. ഒരു പാരഡി ടൈപ്പ് ഓഫ് മൂവീസ് വരുന്ന ഒരു ജേണറായിരുന്നു അത്. 1994 ശേഷം അതിൽ പടമൊന്നും ഇറങ്ങിയിട്ടില്ല. 30 വർഷത്തിനപ്പുറം സെത്ത് മക്ഫാർലെയ്ൻ എന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഫാമിലി ഗൈഡൊക്കെ മേക്കർ, ആൾ പ്രൊഡ്യൂസ് ചെയ്ത് ലിയാം നീൽസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു മൂവി പുറത്തിറങ്ങി, ദി നേക്കഡ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. So let's just review The Naked Gun. റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് റിവ്യൂ തുടങ്ങാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊക്കെ എല്ലാ വീഡിയോയിലും ഇടുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. റിവ്യൂ എന്നുള്ളത് പറയാനാണെങ്കിൽ ആകെ ഒരു 1 hour 15 minutes മാത്രമേ ഈ പടത്തിൻ്റെ റൺ ടൈം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സമയനഷ്ടമൊന്നും ഈ പടം കണ്ടാൽ ആർക്കും വരാൻ പോകുന്നില്ല. പിന്നെ ഈ ജോണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. അതായത് ഈ ഇതിൽ ലോജിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് ഈ പടം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. കാരണം ഈ ഡം ഫണ്ണ് പാരഡി എന്നൊക്കെ പറഞ്ഞാൽ മറ്റു പടങ്ങളെ കളിയാക്കലും ആ രീതിയിലായിരിക്കും പടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ശരിക്കുള്ള ആക്ഷൻ മൂവീസിനൊക്കെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോർ മീ പേഴ്സണലി അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെ പടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് എക്സ്ട്രീംലി ഡം. ഓക്കെ, അതായത് ഒരു ഔട്ട് ഓഫ് കോണ്ടാക്സിൽ മേ ബി ആ ജോക്സ് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരില്ല, അയ്യേ എന്നൊക്കെ തോന്നും. പക്ഷേ ആ പടത്തിൻ്റെ ഒരു ഫ്ലോയിൽ അത് വരുമ്പോൾ ചിരിച്ച് പോവും എന്നുള്ള രീതിയിലാണ് ഈ പടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോർ മീ പേഴ്സണലി ആ 1 hour 15 minutes റൺ ടൈം കംപ്ലീറ്റ്ലി വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് അത്യാവശ്യം ചിരിക്കാനുള്ള മുഹൂർത്തങ്ങൾ പടം തന്നിട്ടുണ്ട്. ആ ഒരു മൂഡിൽ വേണം കാണാൻ എന്നുള്ള കാര്യം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ആക്ടിങ് വൈസ് ആണെങ്കിലും ലിയാം നീൽസനൊക്കെ ആക്ഷൻ മൂവീസിന് ശേഷം ശരിക്കും ടേക്കൺ പോലത്തെ ആക്ഷൻ മൂവീസൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കോമഡി ജോണറിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് ഓഫ് ഫേസ് ഒക്കെ നല്ല രീതിയിൽ കാണാനുണ്ട്. നല്ല രസമാണ് അത് കാണാൻ. ഈവൻ ആളുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. ഐ തിങ്ക് മോർ മൂവീസ് ആർ ഗോണ കം ഓഫ് വിത്ത് ദി സ്പിൻ ഓഫ്, ബിക്കോസ് അത്യാവശ്യം നല്ലൊരു സക്സസ്ഫുൾ ആയിരുന്നു ഈ മൂവി തിയേറ്റർ റണ്ണിൽ. ഡിജിറ്റൽ റിലീസ് ഇന്നലെ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത്. റൺ ടൈം ഭയങ്കര കുറവാണ്, അതൊരു ഫാക്ടർ ആണെങ്കിൽ പോലും ഇത് ഈ പടമൊക്കെ ഒരു ഓവർലി സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ കാണാവുന്നവർക്ക് ബുദ്ധിമുട്ടാവുമായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഈ കുറഞ്ഞ റൺ ടൈം തന്നെയാണ് നല്ലത്. ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ്. വലിയ നഷ്ടമൊന്നും സമയനഷ്ടമൊന്നും വരാനില്ല. ഹൈലി റെക്കമെൻഡഡ്.